ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതം വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ഓം ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിഃ യജത്രാः സ്ഥിരൈരംഗൈസ്തുഷ്ടവാംസതനൂഭിः വ്യശേമ ദേവഹിതം യദായു ഭദ്രം नो अपि വാതയമനഃ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും നമസ്കാരം. മുണ്ടക ഉപനിഷത്തിലെ മൂന്നാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ ഒന്നാം മന്ത്രം തുടങ്ങുന്നതിന് മുമ്പ് ഇതിനു മുമ്പെയുള്ള ചില കാര്യങ്ങളുടെ ഭാഷ്യം പറയുന്നുണ്ട്. ഏതിനെ അറിഞ്ഞാലാണോ ഹൃദയഗ്രന്ഥി മുതലായ സംസാര കാരണങ്ങൾ തീരെ നശിക്കുന്നത്, അക്ഷരനെന്നും പുരുഷനെന്നും പറയുന്ന ആ പരമാർത്ഥ വസ്തുവിനെ അറിയുന്നതിനുള്ള സാധനമായ പരവിദ്യ പറഞ്ഞു കഴിഞ്ഞു. അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ധനുസ് ഏതലായി വിടുക്കുക, ശരം തൊടുക്കുക എന്ന കൽപ്പന കൊണ്ട് ആ പരമാർത്ഥ വസ്തുവിനെ ദർശിക്കുന്നതിനുള്ള ഉപായമായ യോഗവും പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന് സഹകാരികളായ സത്യം മുതലായ സാധനങ്ങളെ പറയേണ്ടിയിരിക്കുന്നതിനാൽ പ്രാധാന്യേന അതിനായിട്ടാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഏറ്റവും ദുരവഗാഹമായ വിഷയമാണല്ലോ എന്ന് വിചാരിച്ച് മുൻപ് ചെയ്തിട്ടുള്ളതാണെങ്കിലും തത്വനിർണയവും പ്രകാരാന്തത്തിൽ ചെയ്യുന്നുണ്ട്. അതിൽ ആദ്യമായി പരമാർത്ഥ വസ്തുവിനെ നിർദ്ധാരണം ചെയ്യുവാനായി സൂത്രഭൂതമായ മന്ത്രത്തെ ഉപന്യസിക്കുന്നു. ആദ്യത്തെ മന്ത്രം, ഒന്നാമത്തെ മന്ത്രം മുണ്ടകോപനിഷത്തിലെ മൂന്നാം മുണ്ടകത്തിലെ ഒന്നാം കാണ്ഡത്തിലെ ഒന്നാമത്തെ മന്ത്രം. ദ്വാ സുപർണ സയുജാ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതി തയോരന്യപിപ്പലം സ്വാദ്വതന്യസ്നന്യോ അഭിചാകശീതി. സയുജ സയുക്കുകളായും എപ്പോഴും ഒരുമിച്ചിരിക്കുന്നവയായും, സഖായ സഖാക്കളായും കൂട്ടുകാരായും ഒരുപോലെയുള്ള പേരോടുകൂടിയവരായും എന്നും പറയാം. ദ്വാ സുപർണ ദ്വൗ സുപർണ രണ്ട് പക്ഷികൾ, സമാനം സമാനമായ ഏകമായ ഒരേപോലെയുള്ള വൃക്ഷം വൃക്ഷത്തെ, പരിശ്വസജാതി പരിശ്വസിച്ചിരിക്കുന്നു ആശ്രയിച്ചിരിക്കുന്നു, അവയിൽ തയോ അവയിൽ ആ പക്ഷികളിൽ, അന്യൻ ഒരു പക്ഷി, സ്വാദുവായ പല രസങ്ങളോട് കൂടിയ പിപ്പലഫലത്തെ അത്തി ആണ് ഭക്ഷിക്കുന്നു. മറ്റേ പക്ഷി അനശ്നൻ അശിക്കാതെ ഫലം ഭക്ഷിക്കാതെ ഒന്നും കഴിക്കാതെ അഭിചാകശീതി നോക്കിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്യുന്നു. ഈ ഫലം ഭക്ഷിക്കുന്ന പക്ഷിയെ നോക്കിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്യുന്നു. സുപർണന്മാർ നല്ല പർണങ്ങളുള്ളവ, പക്ഷികളോട് സാമ്യമുള്ളവ എന്ന് പറയാം. രണ്ട് പക്ഷികൾ എന്നും പറയാം. ഇവിടെ അർത്ഥം പറയാം. ദ്വാ സുപർണ സയുജാ സഖായ എന്നീ രൂപങ്ങളുടെ ഒടുവിൽ ദ്വിവചനമായ ഔകാരത്തിന് പകരം ആകാരം പ്രയോഗിച്ചിരിക്കുന്നത് ഛാന്ദസമാകുന്നു. സയുക്കുകൾ എപ്പോഴും ഒരുമിച്ച് ഇരിക്കുന്നവ, സഖാക്കൾ ഒരുപോലെയുള്ള പേരോടുകൂടിയവരാകാം, സുഹൃത്തുക്കളാകാം, ഒരേ കാരണത്താൽ വെളിപ്പെടുന്നവയായും ഇരിക്കുന്നവയാകാം. വൃക്ഷം ഭ്രശ്ചനം ചെയ്യപ്പെടുന്നത്, ഛേദിക്കപ്പെടുന്നത്. ഓ വൃശ്ചു ഛേദേന എന്ന ധാതുവിൽ നിന്നാണ് വൃക്ഷശബ്ദം ഉണ്ടായിരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ശോഭനമായ ഗതിയുള്ളവയും എപ്പോഴും ഒരുമിച്ചിരിക്കുന്നവയും ഒരുപോലെയുള്ള പേരോടുകൂടിയവയും ഒരേ രൂപത്തിലുള്ളവയും ഒരേ കാരണത്താൽ വെളിപ്പെടുന്നവയുമായ രണ്ട് പക്ഷികൾ ഒരേ വൃക്ഷത്തിലിരിക്കുന്നു, ഒരേ വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. അവയിൽ ഒന്ന് പലവിധത്തിലുള്ള പല രസങ്ങളോടുകൂടിയ ഫലങ്ങളെ ഭക്ഷിക്കുന്നു, മറ്റേത് ഒന്നും ഭക്ഷിക്കാതെ നോക്കിക്കൊണ്ടിരിക്കുക മാത്രം ചെയ്യുന്നു. ഇതാണ് ഈ മന്ത്രത്തിൻ്റെ വാക്യ അർത്ഥം, പദാർത്ഥം. എന്നാൽ
ഇത് അന്യാപദേശ രീതിയിൽ പറയുന്നതാണ്. രണ്ട് പക്ഷികൾ എന്ന് പറഞ്ഞത് ജീവാത്മാവിനെയും പരമാത്മാവിനെയുമാണ്. ഉച്ഛേദന രൂപമായ സാദൃശ്യം നിമിത്തം ശരീരത്തെയാണ് വൃക്ഷമെന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ട് പക്ഷികൾ ജീവാത്മാവും പരമാത്മാവും, ആ വൃക്ഷം എന്ന് പറയുന്ന ശരീരം. ഒരേ ശരീരത്തിലാണല്ലോ ജീവാത്മാവിനെയും പരമാത്മാവിനെയും നാം അറിയുന്നത്. അതുകൊണ്ട് ഒരേ വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് ഈ വൃക്ഷം മുകളിൽ ചുവടും കീഴ്പോട്ട് ശാഖകളും ഉള്ള അശ്വത്ഥം എന്ന് പ്രസിദ്ധമായിട്ടുള്ളതാണ് എന്ന് പറയുന്നു. അവ്യക്തമാകുന്ന മൂലത്തിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. ഇതിനെ ക്ഷേത്രമെന്ന് വിളിക്കുന്നു. എല്ലാ പ്രാണികളുടെയും കർമ്മഫലങ്ങൾക്ക് ആശ്രയം ഇതാകുന്നു. അവിദ്യ, കാമം, കർമ്മം, വാസനകൾ ഇവയ്ക്ക് ആശ്രയമായ സൂക്ഷ്മ ശരീരം ഉപാധിയായിട്ടുള്ള ജീവാത്മാവും സർവജ്ഞനായ ഈശ്വരനും പഴം തിന്നുന്നതിന് രണ്ട് പക്ഷികൾ എന്ന പോലെ ഈ വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ വൃക്ഷത്തെ ആശ്രയിച്ചിരിക്കുന്ന രണ്ടാത്മാക്കളിൽ സൂക്ഷ്മ ശരീരം ഉപാധിയായിട്ടുള്ള ക്ഷേത്രജ്ഞൻ കർമ്മം കൊണ്ടുണ്ടാകുന്ന സുഖദുഃഖരൂപയും പല മാതിരിയുള്ള പല വേദനകളാകുന്ന അനേക രസങ്ങളോടുകൂടിയുമായ ഫലത്തെ ഭക്ഷിക്കുന്നു. ഇത് അവിവേകം നിമിത്തം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. അവിവേകം നിമിത്തം അനുഭവിക്കുന്നു എന്ന് സാരം. എന്നാൽ സ്വഭാവേന ശുദ്ധനും ബുദ്ധനും മുക്തനും സർവജ്ഞനുമായ എന്ന് പറയുന്ന സത്വം ഉപാധിയായിട്ടുള്ളവനും ആയ ഈശ്വരൻ പരമാത്മാവ് ഈ ഫലത്തെ അനുഭവിക്കുന്നില്ല. നിത്യസാക്ഷിയായിരിക്കുക എന്നതുകൊണ്ട് മാത്രം ഭോക്താവിനെയും ഭോജ്യത്തിനെയും പ്രേരണം ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നർത്ഥം. അവൻ്റെ പ്രേരണ രാജാവിൻ്റെ പ്രേരണ പോലെ ദർശനം മാത്രമാണ് എന്നും കൂടെ വ്യാഖ്യാനിക്കുകയാണ് ഇവിടെ. അപ്പോൾ രണ്ട് പക്ഷികൾ എന്ന് പറഞ്ഞത് ജീവാത്മാവും പരമാത്മാവും. ജീവാത്മാവ് എന്ന് പറയുന്നത് പല കാര്യങ്ങളും ചെയ്ത് അതിൻ്റെ ഫലം ഇച്ഛിക്കുന്നതാണ്. അപ്പോൾ ആ ജീവാത്മാവ് ഫലം ഭക്ഷിക്കുന്നു എന്ന് പറയുന്നത് പലതരത്തിലുള്ള കർമ്മങ്ങളും ചെയ്യുന്നു. ആ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഫലം അനുഭവിക്കുന്ന പക്ഷിയെ പരമാത്മാവ് എന്ന് പറയുന്ന രണ്ടാമത്തെ പക്ഷി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ആത്മാവ് ജീവാത്മാവ് ചെയ്യുന്ന കാര്യങ്ങൾ ആ ജീവാത്മാവിന് തന്നെ ദോഷമായി തീരും എന്നുള്ളതുകൊണ്ട് ആ ഫലം ഭക്ഷിക്കുന്നതിൻ്റെ കാരണം പറഞ്ഞ് അത് നോക്കിക്കൊണ്ടിരിക്കുന്ന പക്ഷിക്ക് ഇത് ബാധകമല്ല. അപ്പോൾ പരമാത്മാവ് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുകൂടെ അർത്ഥം വരും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം പരമാത്മാവ് നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം നമ്മൾ തന്നെ അനുഭവിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഫലം ഭക്ഷിക്കുന്നതിന് അനുഭവം നമുക്ക് കിട്ടുമെന്ന് പറയുന്നത്. പക്ഷേ അവിടെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെയെല്ലാം രണ്ടാമത്തെ പക്ഷിയായ പരമാത്മാവ് നോക്കിക്കൊണ്ടേയിരിക്കുന്നു എന്ന് അർത്ഥം.